ഇന്ത്യ ഇസ്രായേൽ എന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ വാക്ക് കേട്ട് നെതന്യാഹു ചാടിയിറങ്ങി അവിടെ ഇന്ന് അയൺ ഡോമിനെ തകർന്നുകൊണ്ട് മിസൈലിന്റെ ബഹളമാ. 165 കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളുടെ സ്കൂളിനകത്ത് ഇസ്രായേൽ ബോംബിട്ടത് അറബ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുക. വലിയ വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നു. ഇന്ന് അറബ് ലീഗ് മുഴുവൻ ഒരുമിക്കുന്നെങ്കിൽ വരാൻ പോകുന്നു ഒരു റഷ്യ മേധാവിയായ ഒരു 3ാം ലോകമഹായുദ്ധം. ആ ലോകമഹായുദ്ധം നടക്കണമെങ്കിൽ അറബ് ലീഗ് ഒരുമിക്കണം. ചൈനയുടെ സിൽക്ക് പാത ഉണ്ടാകണം. ഭരണകൂടങ്ങൾ തകരണം. ഇതൊരു അന്ത്യദിനത്തിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ മശിഹായുടെ വരവിന്റെ ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നു. 4 കാര്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. 57 അറബ് രാജ്യങ്ങൾ ഒരുമിക്കും. അതിന്റെ പേര് OIC അഥവാ ഇസ്ലാമിക് നാറ്റോ. അതാണ് ഇന്നത്തെ ഇറാനിലെ ആക്രമണം. ഇതൊരു ചെറിയ തീക്കാറ്റ, നിങ്ങൾക്കറിയത്തില്ല. ഇവിടെ ആയത്തുള്ള ഖൊമൈനിയുടെ ഖബറടക്കം ഇറാനിലെ മസദ് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുക. അത് കഴിയുമ്പോൾ വലിയ വിഷയങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. 165 കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളുടെ സ്കൂളിനകത്ത് ഇസ്രായേൽ ബോംബിട്ടത് അറബ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുക. വലിയ വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒരുമിക്കുന്ന കാലം വരാറായി. വായിക്കുന്നു, ഏശാവിന്റെ മക്കളെല്ലാം ഒരുമിക്കുമോ? യെശയ്യാ പ്രവചനം 19, 23, 24 4 വാക്യങ്ങൾ കഴിയുമ്പോൾ ഈ രാത്രി തീരുമാക്കി അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അത് അറബ് ലീഗ് എല്ലാം ഒരുമിക്കുമെന്ന് മനസ്സിലാകുന്നവർക്ക്. അത് ഗാസയുടെ വിഷയം വന്നപ്പോൾ തന്നെ സൗദിയിലും ഖത്തറിലും ഒരുമിച്ചു പെരുവഴി ഉണ്ടാകും. അത് കഴിഞ്ഞ ഏശാവിന്റെ മക്കൾ വായിച്ചിട്ട് അശൂര്യർ മിസ്രയീമിലേക്കും മിസ്രയീമർ അശൂരിലേക്കും ചെല്ലും. ഇതാ കിടക്കുന്ന അറബ് ലീഗിന്റെ നേതാക്കളെല്ലാം കരം കൊടുക്കും. ഇറാൻ വിഷയം വന്നപ്പോൾ ഇന്നത്തെ രാജ്യങ്ങൾ മുഴുവൻ കരം കൊടുക്കുന്ന ഒരു കാലം. അടുത്ത വാക്ക്, മിസ്രയീമർ അശൂര്യരോടുകൂടെ ആരാധന കഴിക്കും. അറബ് ലീഗിന്റെ കോൺഫറൻസുകളായി ഇനി ലോകം കാണാൻ പോകുന്ന സംഭവം. നിങ്ങൾക്ക് ഈ വെടിനിർത്തലൊക്കെ ഇവിടെ തീരും. അമേരിക്ക കൊണ്ട് ഫ്രാൻസ് ഇടപെട്ട്, ഒമാൻ ഇടപെട്ടിട്ട് വെടിനിർത്തൽ നിർത്തും. ഇറാൻ അതിൽ നല്ല കളി കളിക്കുക. ഇറാൻ ഡയറക്റ്റ് വെടിനിർത്താൻ പറയത്തില്ല. ഈ ദുബായിനെ, ബഹറിനെയൊക്കെ ആക്രമിച്ച്, ഹോട്ടലിനെയൊക്കെ ആക്രമിക്കുമ്പോൾ ഈ അറബ് നേതാക്കൾ അമേരിക്കയോട് പറയും വെടിനിർത്തണം, ഞങ്ങൾക്ക് സ്വസ്ഥത വേണം. അതായത് ഈ സംഭവിക്കാൻ പോകുന്നത്. ഇറാൻ ഇന്നത്തെ ഇസ്രായേൽ വിഷയത്തിനകത്ത് 2-3 പോകാൻ വഴിയാണ് ഉള്ളത്. ഒന്ന്, ഇന്ന് ഇറാനിലെ ഷാ ഭരണകൂടത്തിന്റെ ഒരുവനുണ്ട്, ഏഷ്യാനെറ്റുകാരനൊന്നും പറയാതെ ഇവിടെ നമുക്ക് തന്നെ അറിയാം, റസ്വാൻ പഹ്ലവി എന്ന് പറയുന്ന ഒരു അമേരിക്ക ഒരുത്തൻ കിടപ്പുണ്ട്. അവനെ പ്രസിഡന്റ് ആക്കാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഇറാഖിനകത്ത് കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇറാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അവരോട് അമേരിക്ക പറഞ്ഞു, നിങ്ങളിപ്പോൾ കയറിക്കോണം, ഇറാനെ പകുതിയായിട്ട് വെട്ടിമുറിക്കുക. എല്ലാ രാജ്യത്തിലും ഈ അമേരിക്കയുടെ തന്ത്രം ഇതാ. ഒരു പാവ ഭരണകൂടത്തെ കൊണ്ടുവന്ന് ഇറാൻ അവിടെ നിൽക്കുന്നില്ല, അവന് കിട്ടണം. അതിനുവേണ്ടി ഏത് തരം താണ് പ്രവർത്തിക്കും ഈ അമേരിക്ക ചേരും. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിനകത്ത് നെതന്യാഹുവിനെതിരെ പ്രകടനം. ഗാസ പ്രശ്നം കഴിഞ്ഞ് ലോകരാജ്യങ്ങൾ ആ ഇസ്രായേലിനെ സഹായിച്ച് മോഡി സാറും അവിടെ ചെന്ന് ഗാസ പണിയാൻ നിൽക്കുമ്പോൾ ഈ അമേരിക്കയുടെ വാക്ക് കേട്ട് നെതന്യാഹു ചാടിയിറങ്ങി അവിടെ ഇന്ന് അയൺ ഡോമിനെ തകർന്നുകൊണ്ട് മിസൈലിന്റെ ബഹളമാ. സ്വസ്ഥതയില്ലാത്ത ലോകത്തിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ഈ വിഷയമാ ഇറാനെ അടിച്ച വിഷയത്തിൽ അറബ് ലീഗ് പെതി അമേരിക്ക കൈവിടും. അവരെല്ലാം റഷ്യയുടെ അടുത്തേക്ക് വരും. യോഗങ്ങൾ പിറകെ. അടുത്ത വാക്ക്, അന്നാളിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വായിച്ചാട്ടെ. മിസ്രയീമർ അശൂര്യരോടുകൂടെ ആരാധന കഴിക്കും. അടുത്തത്, അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. ഇപ്പൊ മതി. ഇപ്പോൾ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. അവനെ എല്ലാവരും കൈവിടും. ഇസ്രായേൽ ഭൂമിയുടെ മധ്യ അനുഗ്രഹമാകുമോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ആരുടെ കയ്യിലാ? ഇസ്രായേലിന്റെ കയ്യിൽ. IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ് ഇസ്രായേലിനകത്ത്. ഏറ്റവും വലിയ ചാരോപഗ്രഹങ്ങൾ ഇസ്രായേലിന്റെ. ഇന്ത്യ ഇസ്രായേൽ മറ്റെന്തൊരടുപ്പമാണ്. അതുകൊണ്ടല്ലേ 2017 മോഡി സാറ് പോയി ഇന്നത്തെ ഇസ്രായേൽ ലോകത്തെ മുൾമുനയിൽ നിർത്തി. ഇസ്രായേലിന്റെ മിസൈൽ വിക്ഷേപണം ലോകത്തെ ഏത് രാജ്യത്തും വീഴുവാൻ അവന്റെ കയ്യിൽ മിസൈൽ ഇരിക്കുക. അന്ത്യകാലത്തിലേക്ക് ലോകം വന്നു, അത്തി തളർത്തു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ഒരു വഴി കൊടുത്തായിരുന്നു. ഇസ്രായേൽ UAE വിമാനം. പണ്ട് ഇവിടുന്ന് ആരെങ്കിലും ഇസ്രായേൽ പോകണമെങ്കിൽ ജോർദാനിൽ ഇറങ്ങണം, ഈജിപ്തിൽ ഇറങ്ങണം, ബസ് വഴി പോകണം. അറബ് രാജ്യങ്ങൾ മുഴുവൻ എന്തോ ചെയ്തു? ഇസ്രായേലിനെ അംഗീകരിച്ചു. ഇന്നലെ പറഞ്ഞില്ലേ, അബ്രഹാം അക്കോഡ്. എമിറേറ്റ്സ് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിൽ നിന്ന് ടെൽ അവീവ്. ഇത്തിയാദ് തിരുവനന്തപുരം അബുദാബി ടു ടെൽ അവീവ്. എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നോൺ സ്റ്റോപ്പ് 5000 കിലോമീറ്റർ ഇസ്രായേൽ. വഴിയിലെങ്ങും ഇറങ്ങണ്ട. ഫ്ലൈ ദുബായ് ഇസ്രായേൽ, ഗൾഫ് എയർ ഇസ്രായേൽ. എയർപോർട്ടിൽ ജോലി എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെയെങ്കിൽ യമനെ എല്ലാവരും അംഗീകരിച്ച ഒരു കാലമായിരുന്നു. അന്നേരമായി കുഴപ്പം കാണിച്ചത്. ഇനി ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇസ്രായേൽ എന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 1992 വരെ
ഇസ്രായേലിന് ഒരു എംബസി പോലും വിടില്ല. ഏതോ ഒരു പെട്ടിക്കടയായിരുന്നു. ആരാ വന്നത്? വാജ്പേയി വന്നു. അന്നത്തെ മന്ത്രിയായിരുന്നു LK അദ്വാനി. ജസ്വന്ത് സിംഗിനെ ഇസ്രായേലിൽ അയച്ചു. ഇന്ന് നിങ്ങളുടെ തൊട്ടടുത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അവൻ്റെ തോക്ക് ഒരുക്കുക. അതിൻ്റെ പേരാ ടൈവർ ടാർ 21. കാർഗിൽ യുദ്ധത്തിനകത്ത് പാകിസ്ഥാനെ അടിച്ചത് ഇസ്രായേലിൻ്റെ തോക്ക ടൈവർ ടാർ 21. യെശയ്യാ പ്രവചനം. തീക്കൊള്ളി പോലെ ഒരു ആയുധം തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും തരും. തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ദാണ്ട് ഒരു പ്ലാന്റ് ഉണ്ട്, ബറാക്ക് മിസൈൽ. ദാണ്ട് ബറാക്കിന്റെ പ്ലാന്റാ. പണ്ട് ഇത് റഷ്യാട്ടായിരുന്നു, ഇതിപ്പോ ഇന്ത്യ ഇസ്രായേൽ. ഈ സംഭവം ആ പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് ഇട്ടുകൊടുത്ത്. ഇതാ ബൈബിളിനകത്ത് സെഖര്യാ പ്രവചനം 10. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ അവൻ മിന്നൽ പിണറിനെ അയക്കും. ഈ മിസൈൽ ചെറുപ്പക്കാരെല്ലാം കേട്ടാട്ട് ഇത് പാകിസ്ഥാനിൽ കയറി. ആദ്യ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ. 2 മിനിറ്റ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യം എന്താ അടിച്ചെന്നറിയാവോ? ഈ മിഗും മറാഷുവ. അപ്പോൾ ഇന്ത്യയുടെ ജയശങ്കർ ബാക്കി എല്ലാവരും പറഞ്ഞ് മാറ്റി ഇസ്രായേലിനെ അടിക്കാമെന്ന്. ഇസ്രായേലിലെ 2 സാധനം പോയി. ബറാക്ക്, വേറൊരു ഡ്രോണുണ്ട് ഹെരോദ. ഇത് നല്ല കഴിവുള്ള ഡ്രോണാണ്. ഇത് എല്ലാ ആയുധപ്പരയും തകർക്കും. ദാണ്ട് ഹമാസിൻ്റെ നേതാക്കളിൽ നിന്ന് പെരെ കുഞ്ഞുങ്ങൾ ദാണ്ട് പടക്കം ചെല്ലുന്നതാ ഹെരോദ ഡ്രോൺ. ഇതെവിടെ ചെന്ന് പാകിസ്ഥാൻ, റാവൽപിണ്ടി, കറാച്ചി. ഉടനെ പാകിസ്ഥാൻ്റെ മെയിൻ മേധാവി അസം മുനീർ ട്രംപിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ തന്ന ആണവായുധം എല്ലാം തീർക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. ഇസ്രായേലിലെ ഡ്രോണിന് അറിയാമോ ഇത് കൊറിയയുടെ അതോ ചൈനയുടെ ആണോ? അത് ചെന്നടിക്കും. സ്വത്രം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ നിലവിളിച്ചു. അമേരിക്ക ഒരു ഗൾഫ് രാജ്യത്തിലും ആണവായുധം വെച്ചിട്ടില്ല. എല്ലാ ചെറുപ്പക്കാരും കേൾക്കണം, രാഷ്ട്രീയക്കാരൊന്നും ഇത് പറയത്തില്ല. 1974 സിയാളുകൾക്ക് താണ്ട പാകിസ്ഥാനിൽ കൊണ്ട് ആണവായുധം വെച്ചിട്ടുണ്ട് അമേരിക്ക അതുകൊണ്ട് പാകിസ്ഥാനെ കൈവിടത്തില്ല. ഉടനെ ട്രംപ് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ അടി നിർത്താമെന്ന്. മനസ്സിലാകുന്നില്ലയോ? സ്വത്രം. വൈകിട്ട് 5 മണിക്ക് ട്രംപ് പറഞ്ഞു, മോഡിയെ വിളിച്ചു. 6 മണിക്ക് പോയ വിമാനം എല്ലാം കർവാപ്പസി. സന്തോഷമില്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂറും തീർന്നു, ഓപ്പറേഷൻ മുല്ലപ്പൂവും തീർന്നു. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഒറ്റ ചാനലുകാർക്കറിയത്തില്ല. അതുകൊണ്ട് ട്രംപ് പറഞ്ഞപ്പോൾ അടി തീർന്നു. അത് അന്ത്യകാലം. മനസ്സിലാകുന്നവർക്കായി. അത്തി തളിർത്തു കൊമ്പിളതായി. പിന്നെ ഇന്ന് വരെ സിന്ദൂറുണ്ടോ? ഇവിടുത്തെ നേതാക്കളെല്ലാം പറയും ഇനി പാകിസ്ഥാനെ അടിക്കുമെന്ന്. ട്രംപ് പറയാൻ അടിച്ചു കഴിഞ്ഞാൽ ട്രംപ് പീസ് ഊരും. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അതുകൊണ്ടാണ് പറഞ്ഞ ഗാസ ഇസ്രായേൽ വെടി നിർത്തിയതുപോലെ ഞാൻ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഭവം പിന്നെ ഇതുവരെ നടന്നിട്ടില്ല. ഇത് നടക്കത്തില്ല. ഇതൊക്കെ ഭയങ്കര ലോകരാജ്യങ്ങൾ തങ്ങളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്തോ? അവൻ്റെ ടെക്നോളജിയുടെ പെരുമഴ. ഇസ്രായേലിൻ്റെ പ്രത്യേകത പാലും തേനും വിടുന്ന കനാൻ ദേശം. നമ്മുടെ മണ്ണന്തല ഒരു പശുവിനെ കറന്നാൽ 15 ലിറ്റർ, അമ്മാമ കൊള്ളാങ്കി വെള്ളവും കൂടെ ചേർത്താൽ 20. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഇസ്രായേലിലൊരു പശുവിനെ കൊണ്ട് കെട്ടിയ 40 ലിറ്റർ പാൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിലെ പ്രത്യേകത 2 തക്കാളി എടുത്താൽ 1 കിലോ. ഇവിടെ 12 തക്കാളി 50 തട്ടിയും കൂടി ഇട്ടാലും 1 കിലോ ആവത്തില്ല. സ്വത്രം. അത്തി തളർത്തു കൊമ്പുള്ളതായി. ബാക്കി കൂടെ കേട്ടാട്ടെ. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ IPC-കാരുണ്ട് ആറാട്ടുപുഴ. IPC-യിൽ ഒരു SI സബ് ഇൻസ്പെക്ടർ റിട്ടയറായി. പുള്ളി എന്നോട് പറഞ്ഞ് മിറ്റത്ത് 2 ദിവസം കൺവെൻഷൻ പറ്റുമെന്ന്. ഞാൻ പറയും തട്ടുമ്പുറത്തായാലും നമുക്കെന്തോ പറയുന്നതിന് സ്വത്രം. ഞങ്ങളുടെ ഉപദേശിമാർ പെന്തിക്കോസ്തുകാർ സൗകര്യങ്ങൾ കർത്താവിൻ്റെ വേലക്കാരിക്കുള്ള ഞങ്ങളുടെ ഉപദേശിമാർ പറയും 5000 ഡൽഹിയിൽ നിന്ന് പെങ്കൊച്ചു വരണം നിനക്ക്. എല്ലാവനെയും വീട്ടിൽ ഇരുത്തു വച്ചായ സ്വത്രം. പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. സ്വത്രം. യേശു പടകിനകത്ത് കയറി പ്രസംഗിച്ചു. ഞങ്ങളിപ്പോൾ സ്വത്രം അംഗബലത്തെ നോക്കി പ്രസംഗിക്കുക. കർത്താവ് നോക്കിയിരിക്കുക. പെന്തിക്കോസ്തുകാരെല്ലാം മാനസാന്തരപ്പെട്ടായിട്ട് സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് അത് 2 ദിവസം യോഗം കഴിഞ്ഞപ്പോൾ എല്ലാ പെന്തിക്കോസ്തുകാരും കേൾക്കണം. CSI-കാരും കേട്ടോ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ BSF-ലെ വയർലെസ് ഓപ്പറേറ്റർ കാശ്മീരുകാർ എന്നെ ചെങ്ങന്നൂർ വണ്ടി കയറി വിടുക ജീപ്പിനകത്ത് കൊണ്ടുവന്ന പുള്ളി ഒരു കാര്യം പറഞ്ഞു. പാസ്റ്റർ സന്തോഷത്തോടെ പ്രസംഗിച്ചാട്ട് ഇപ്പം ഇന്ത്യയുടെ പട്ടാളത്തിൻ്റെ കരസേനയും BSF-ഉം ഉപയോഗിക്കുന്ന അതിർത്തിയിലെ സോഫ്റ്റ്വെയർ മുഴുവൻ ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി ബൈബിള് ക്ലിയറായ ചായ. അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. പണ്ട് ശംഖുമുഖ എയർപോർട്ടിൽ മഴ പെയ്യുന്നു. വിമാനം ചെന്നൈയിലേക്ക് തിരിച്ചുവിട്ടു, കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടു. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രിയിൽ ഇവിടെ പെരുമഴ, യെല്ലോ അലർട്ട്, മാംഗോ അലർട്ട്, പൈനാപ്പിൾ. ചാക്ക എയർപോർട്ടിനകത്ത് അമ്മണിമാമ മീൻ വെട്ടുമ്പോൾ കാക്ക ഇറങ്ങുന്ന പോലെ രാത്രി ഇറങ്ങുന്നത്. സന്തോഷമില്ലല്ലോ. യെല്ലോയും മാംഗോയും പൈനാപ്പിളും. മനസ്സിലാകുന്നവർക്കായി സകല ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി ഇസ്രായേലിന്റെ. ബൈബിൾ റെഡി ആയില്ലയോ? അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. സ്വത്രം. വരുന്നു 3-ാം ലോകമകയറ്റം. അങ്ങനെയെങ്കിൽ നമുക്ക് റോഡ് വേണം. അതിന്റെ പേര് ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിലുണ്ടോ? യെശയ്യാ പ്രവചനം 49:12. ചൈനയുടെ സിൽക്ക് പാത. ഈ അടിയാറക്കണമെങ്കിൽ വായിക്കാം. ഇതാ ഇവർ ദൂരത്ത് നിന്നും, ഇവർ വടക്കു നിന്നും, പടിഞ്ഞാറ് നിന്നും, ഇവർ സിനീം ദേശത്ത് നിന്നും വരുന്നു. ഇതാ സിനീം. ചൈന. ട്രിവാൻഡ്രം, തിരുവനന്തപുരം. എല്ലാവരും കണ്ടാട്ടെ. മോനെ ലൈവ് എടുത്തോണേ. ചൈനയുടെ സിൽക്ക് പാത. ഈ റോഡ് പറഞ്ഞു തരാം. ഇതാണ് ഒരു പട്ടാളത്തിന്റെ കയ്യിലെത്തുന്നത്. ഇന്ത്യ, കന്യാകുമാരി, കാശ്മീർ, അപ്പുറത്ത് അഫ്ഗാൻ, അതിനോട് ചേർന്ന് പാകിസ്ഥാൻ, അഫ്ഗാന്റെ ബോർഡറായി ഇറാൻ, ഇറാഖ് കഴിഞ്ഞാൽ ഇറാഖ്,
ഇറാൻ കഴിഞ്ഞ ഇറാഖ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് കഴിയുമ്പോൾ തുർക്കി വഴി ഇസ്രായേൽ. ഈ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ലോകത്തിലെ ഒരു വൻ ശക്തിയാണ് ചൈന. അതിന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി ഉണ്ട്. അങ്ങനെയെങ്കിൽ ജപ്പാൻ, തായ്വാൻ, ബ്രിട്ടൻ ഇവരെല്ലാം കൂടെ ഏത് വഴി വരും? ചൈനയുടെ സിൽക്ക് പാത. ഇവർ ഒരുമിച്ച് വരുന്നത് ചൈന വഴി അഫ്ഗാൻ, അഫ്ഗാൻ തീർന്ന ഇറാൻ, പാർസികൾ, ഇറാൻ കഴിഞ്ഞ ഇറാഖ്, അടുത്തത് യൂഫ്രട്ടീസ്, അക്കരെ കയറിയ തുർക്കി, തുർക്കിയുടെ സൈഡിൽ കൂടെ ഗോലാൻ കുന്നിൽ വന്നാൽ ജെറുസലേമിലേക്ക് ഇറങ്ങാം. കിടക്കുന്ന ചൈനയുടെ സിൽക്ക് പാത. നമ്മളിതൊന്നും അവജ്ഞയായിട്ട് വിടുവല്ലയോ? അതുകൊണ്ടല്ലേ രാഹുൽ ഇന്നാള് കന്യാകുമാരി, കാശ്മീർ, ഭാരത് ജോഡോ, സന്തോഷമില്ലല്ലോ, സ്വോത്രം. അക്കരെ ചാടിയ പാകിസ്ഥാൻ, പാകിസ്ഥാൻ കഴിഞ്ഞാൽ അഫ്ഗാൻ, അഫ്ഗാൻ കഴിഞ്ഞാൽ ഇറാൻ, ഇറാഖ് കഴിഞ്ഞാൽ യൂഫ്രട്ടീസ്, അക്കരെ കഴിഞ്ഞ് ജെറുസലേം കയറാം. ദാണ്ട് ഇതാ ഇവർ വരുന്നു, കിഴക്ക് നിന്നും വരുന്നു. കിഴക്കാ കിടക്കുന്ന ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇതെല്ലാം കിഴക്ക് നിന്നൊരു പടക്കൂട്ടം വരുമെന്ന് വെളിപ്പാട് വായിക്കുമ്പോൾ മനസ്സിലാവും. അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 കാര്യം കൂടെ പറയുമ്പോൾ നിർത്താം. ഇന്ന് രാത്രി നിങ്ങൾ ഗലീല പ്രയർ ടവറിൽ ഇരിക്കുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. എന്തിനാ? ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരു ജനം വരാൻ വേണ്ടി. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം തോന്നുന്നു. കിഴക്ക് നിന്ന് വരുന്ന രാജാവ് 6-മത്തവൻ തന്റെ കലശം യൂഫ്രത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. എല്ലാവരും ഈ ആന്റി വായിക്കുന്ന വാക്യം കേൾക്കണം. അന്ത്യാല സംഭവം. യൂഫ്രട്ടീസ് എന്ന നദിയിൽ ഒഴിച്ചു. അടുത്തത് കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞിട്ട് മൊബൈലിനകത്ത് സീരിയൽ കാണാതെ യൂഫ്രട്ടീസ് റിവർ അടിച്ചാൽ മതി. ദാ കിടക്കുന്ന കരമനയാറ് പറ്റിക്കിടക്കുന്ന പോലെ കിടക്കുന്നു. തുർക്കിയിൽ അട്ടട്ടാർ എന്ന് പറയുന്ന ഒരു ഡാമും പണിയുന്നു. യൂഫ്രട്ടീസ് പറ്റിപ്പോയി. ആ വചനം എത്ര ക്ലിയറാ! ചൈനയുടെ സിൽക്ക് പാത വഴി കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ കിടക്കുന്നു. ഇന്ത്യ എല്ലാം കൈവിടും. മോഡി സാറൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പം കൈവിടത്തില്ലയോ? പിന്നെ ഇപ്പം മോഡി സാർ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. അതിവിടെ പറഞ്ഞിട്ട് നിർത്താം. ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് അമേരിക്കയിലെ യഹൂദന്മാർ വലിയ വിഷയത്തിൽ അമേരിക്കയായിട്ട് അവിടെ 50% ടാക്സ് അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുക. അത് ആർക്കറിയാം? ഇസ്രായേലിനറിയാം. ലോകത്തിലെ ധനവാന്മാർ യഹൂദന്മാരാ. മോഡി സാറിന് ക്ഷണിച്ചത് 30 കരാർ ഒപ്പിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരുന്നു. IDF-ന്റെ ഈ മിലിറ്ററിയുടെ പാർട്സ്, ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ, നല്ല സുന്ദരമായ കൃഷി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡൊക്കെ ഇസ്രായേൽ എംബസി അളന്നുകൊണ്ടുപോയി കൃഷിക്ക് വേണ്ടി. ആ കരാർ ഒപ്പിടാൻ വേണ്ടിയ യഹൂദന്മാർ ഇപ്പൊ മോഡിയെ ക്ഷണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൽ ആദ്യമായി യഹൂദൻ നമ്മളെ ജാതികളെന്നാണ് കാണുന്നത്. മോഡി സാർ അവിടെ കയറിയപ്പോൾ നെസറ്റ് പാർലമെന്റിനകത്ത് ശലോം ഇസ്രായേൽ ഇന്ത്യ കരമുയർത്തുന്നവർക്കായി. ഇതെല്ലാം ബിസിനസിന്റെ പരിപാടിയാ. മോഡി സാർ കയറിയ സമയം മറ്റേ പുള്ളി അവർ കണ്ടുകൂടാ. ബെഞ്ചമിൻ്റെ തന്നെയാവും കയറിയപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി. കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന പോലെ. സ്വോത്രം. മോഡി വന്ന് ശലോം പറഞ്ഞപ്പോൾ എല്ലാവരും കൈ ഉയർത്തി തിരിച്ചു കയറി വന്നു. യവനെ നെതന്യാഹുവിൻ്റെ കാലൊക്കെ വലിച്ച് താഴെ ഇടും. യഹൂദന് പിടികിട്ടി അമേരിക്ക തീരും. പിന്നെ ഇന്ത്യനെ ഒന്നും ആരും കയറി അടിക്കാൻ ഇത്ര ദൂരം. ഇന്ത്യക്ക് നല്ല ഫൈറ്റുണ്ട്. അവൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയാ മോഡി സാറിനെ വിളിച്ച് പ്രൈസലോട് കൊടുത്തത്. സ്വോത്ര മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് വേഗത്തിൽ കരാർ ഒപ്പിടാൻ പോയ അന്ത്യകാലം. ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെയെങ്കിൽ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴിയൊരുക്കാൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റിപ്പോയി. ഇവിടെ ഒന്നാമത്തെ ഒരു നല്ല കാര്യം, കർത്താവിന്റെ വരവിൽ കൈവിട്ടപ്പെട്ടാൽ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകും. ഈ ചൈനയുടെ സിൽക്ക് പാത വഴി ഇന്നത്തെ അറബ് രാജ്യങ്ങൾ, ഇറാൻ, ഇറാഖ്, ഇന്ത്യ, റഷ്യ, ചൈന, ഇതെല്ലാം കൂടി ഇസ്രായേലിന് നേരെ വരും. ഈ ഉണങ്ങിയ നിലത്തുകൂടി അവർ അക്കരെ കടക്കും. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന ജെറുസലേമിന് നേരെ ഒരു ആക്രമണം. അത് വരാൻ പോകുന്ന പൊരുളെങ്കിൽ നിഴലായതൊന്ന് പടി നിമിത്തം സംഭവിച്ചു. മോശയുടെ ശബ്ദം കേട്ട് ഇസ്രായേൽ ജനം ഇളകിയപ്പോൾ എവിടെ പാളയത്തിനകത്ത് നിന്ന് 30 ലക്ഷം ജനം നടന്നു. ആഴമേറിയ ചെങ്കടൽ വന്നു. മോശ വടി നീട്ടി അന്ന് ചെങ്കടലിനെ ചെങ്കൽപാത ഒരുക്കി ഇസ്രായേൽ ജനത്തെ മറുകര കടത്തിയെങ്കിൽ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ചെങ്കടൽ കടന്നതുപോലെ കാന്തന്റെ വരവിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ഗലീല പ്രയർ ടവറേ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർത്തുവാൻ 10,000 പേർ സുന്ദരരായി എന്റെ കാന്തൻ വരാറായി. ഈ തലമുറയെ കർത്താവ് വരുമോ? ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ മോനെ. പാട്ട് ഞാൻ പറയുമ്പോൾ പാടിക്കോണം. അപ്പൊ ഈ തലമുറ ഒരു സംഭവം നടക്കും.
ഭരണമാറ്റം നടക്കും. അതാ സംഭവിക്കാൻ പോകുന്നത്. ഇതാ ഇറാൻ ഇസ്രായേൽ ഗൾഫിലെ ഷേഖുമാരെ എല്ലാത്തിന്റെ കസേര വലിച്ചൂരും. മനസ്സിലാകുന്നവർക്കായി അതാ ഇന്ന് നടക്കുന്നത്. വായിക്കാം എസെക്കിയേൽ 21, 26, 27. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എല്ലാവരും ഈ വാക്യം നോട്ട് ചെയ്യണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും. മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. അടുത്തത്, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. മാമ അവിടെ നിർത്താട്ടെ. ഇതാ പണ്ട് കുഞ്ഞുങ്ങൾ പാടുന്നു. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി. അങ്ങനെയെങ്കിൽ ഭരണകൂടം താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. 2 മിനിറ്റ് എല്ലാവരും കേൾക്കണം. കേരളത്തിന്റെ ഭരണം ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം എവിടെ? കണ്ണൂർക്കാരൻ. പിണറായിയിൽ പാറപ്പുറത്തിന് സമീപം 10 ആരാ കുഞ്ഞുങ്ങളുള്ളൊരു വീട്ടിൽ നിന്ന് ചെത്ത് തൊഴിലാളിയുടെ മകനായി സഖാവ് പിണറായി 2ാം ടൈം. ഈ പോയ 3ാം ടൈമും വരുമെന്ന് നമുക്ക് സംശയം. സന്തോഷമുണ്ടല്ലോ സോദരം. കോൺഗ്രസ്സുകാർ ഇപ്പോഴേ കസേരയ്ക്ക് വേണ്ടി അടി കൂടിക്കൊണ്ടിരിക്കുക. കപ്പൽ മുങ്ങാറ, എന്നിട്ടും എൻ്റെ അടി തീരുന്നില്ല. സതീശൻ പറയുന്നത് ഞാനാവുമെന്ന്, ചെന്നിത്തല പറയുന്ന ഒരു അവസരം തരണമെന്ന്, തരൂര് പറയുന്നത് എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന്, ഡൽഹി കടന്ന് വേണുഗോപാലും പറയുന്നത് അങ്ങോട്ട് വരുവാന്ന്. സോദരം പാരത്താങ്ങും. സോദരം ഇത്രയും കണ്ടിട്ട് അവന്മാർ മാനസാന്തരപ്പെടത്തില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനെതിരല്ല, എല്ലാവരെയും സ്നേഹിക്കുന്നത് മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് എന്നാൽ പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ കുത്തുമെന്ന് പോലും അറിയാൻ വയ്യ മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പ പറയുന്നത് 2.5 വർഷം നമുക്കും കിട്ടണമെന്ന് മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ സോദരം. ഏത് യാത്ര നടത്തിയാലും ജനം കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊരു രാഷ്ട്രീയത്തെ കുറ്റം പറയത്തില്ല. കപ്പൽ മുങ്ങാറായി, ഇവരൊക്കെ മാനസാന്തരപ്പെട്ട് നിന്നാണ് നല്ലത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ച വ്യക്തി 3ാം ടൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പഠിക്കുന്ന മക്കൾ രാംനാഥ് കോവിന്ദ് ഒരു അധകൃത കുടുംബം. ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു അവരൊരു പിന്നോക്ക കുടുംബത്തിൽ നിന്ന് വന്നു. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ബരാക് ഒബാമ. ആഫ്രിക്കയിലെ കരിമ്പ് കൃഷി ചെയ്യാമെന്നൊരു ചെറുപ്പക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റായി. ബ്രിട്ടന്റെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു, മുൻ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നറിയാമോ? ഒരു ഇന്ത്യക്കാരൻ, അഥവാ ഋഷി സുനക്. സന്തോഷമില്ലല്ലോ, ഒരു ഞാഞ്ഞൂല് ഇന്ത്യക്കാരൻ. സന്തോഷമില്ലല്ലോ. പണ്ട് ബ്രിട്ടൻ നമ്മളെ ഭരിച്ചു, നമ്മൾ അവരെയും ഭരിച്ചു. യവനെ ഒന്നുകൂടെ കർത്താവിരുത്തിയാണ് ദൈവാശന്മാര്. യവ ഇസ്രായേലിനെതിരെ പറഞ്ഞു. അപ്പൊ ദൈവം വിചാരിച്ച നീ താഴെ ഇറങ്ങാൻ. സന്തോഷമില്ലല്ലോ സ്വത്രം. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളെടുത്ത് വെച്ചാൽ മതി. ബ്രിട്ടനിൽ ആരോ കെയ്മർ ആരാ? ബ്രിട്ടൻകാരൻ. അവന്റെ ഭാര്യ യഹൂദ സ്ത്രീയാ. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ സെൻട്രൽ പാസ്റ്റർ അമ്മാമ പറയുന്നില്ല നിൽക്കില്ല, അച്ചായന് കഞ്ഞി കിട്ടത്തില്ല. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. അതുപോലെ ഇന്ന് ബ്രിട്ടന്റെ ഭാര്യ അവൾ ഒരു യഹൂദ സ്ത്രീ. അതുകൊണ്ട് ആ കെയ്മറിനോടനെ ഇസ്രായേൽ പിന്തുണ പ്രഖ്യാപിച്ചു. അന്ത്യകാലം. അത് കഴിഞ്ഞിട്ട് താഴ്ന്നവൻ ഉയരുമോ, ഉയരുന്നവൻ താഴുമോ? ഇവിടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ കേൾക്കണം. നമ്മുടെ കോട്ടയത്ത് നിന്ന് ഒരു ചേട്ടൻ പോയായിരുന്നു, ഒരു അച്ഛൻ പോയി. അദ്ദേഹത്തിന്റെ പേര് വഴിയാധാരമാരായ നാരായണൻ ചേട്ടൻ. സന്തോഷമില്ലല്ലോ സ്വത്രം. KR നാരായണൻ ആഫ്രിക്കയിൽ അംബാസിഡർ ആയിരുന്നു. ഇന്ദിരാഗാന്ധിയോട് ആഫ്രിക്കക്കാർ പറഞ്ഞിട്ട് ആ പ്രസിഡന്റ് ആക്കിയത്. KR നാരായണനെ പറ്റി പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ചില കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം പഠിച്ച ഒരു സ്കൂൾ പാല ഉഴവൂർ സ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ, എല്ലാവരും കേൾക്കണം. എന്താ അത് പറഞ്ഞുതരാം. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ബാബു. അവൻ എപ്പോഴും വീട്ടിലെ കാര്യം പറയും. അവൻ്റെ വീട്ടിൽ അംബാസഡർ കാറുണ്ട്, ചിക്കനുണ്ട്. ഈ നാരായണന് ഭയങ്കര താല്പര്യം. അപ്പം പറയും നിൻ്റെ വീട് കാണണം, വീട്ടിലുള്ള ഇവരെയൊക്കെ കാണണം. അയ്യോ വരരുത്, വലിയ കുഴപ്പം. ഞായറാഴ്ച പള്ളിയിൽ പോകും നാരായണ, ഞായറാഴ്ച വരാൻ. ഒരു ദിവസം ഞായറാഴ്ച നാരായണ അവിടെ ചെന്നു. 9 മണിക്ക് ചെന്നപ്പോൾ ബാബു വെള്ളം കൊടുത്തു. ഇരുന്നല വീട്, നല്ല സൗകര്യം. താഴെ വന്നപ്പോൾ 2 കൂട്ടിൽ, അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടെ, 2 കൂട്ടി പട്ടി കിടക്കുക. പട്ടിയുടെ മുമ്പിൽ നല്ല ബീഫും നല്ല ചിക്കനും ഒക്കെ ഇരിക്കുക. ഈ ബാബു ഇതെല്ലാം കാണിച്ചു. നാരായണൻ വീട്ടിൽ പോയി. 3 ദിവസം കഴിഞ്ഞപ്പം സ്കൂളിൽ വീണ്ടും സ്കൂളുണ്ട്. AEO വന്ന്. പഴയ കാലത്ത് കുഞ്ഞുങ്ങൾക്കറിയാം, AEO വരുമ്പോൾ നീ ആരാവണം? ഒരാൾ പറയും അധ്യാപകനാവും, മറ്റൊരാൾ ഡോക്ടറാവും. നാരായണൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നാരായണൻ ആരാവണം? നാരായണൻ പറഞ്ഞു ബാബുവിൻ്റെ വീട്ടിലെ കൂട്ടിലെ പട്ടിയാവണമെന്ന്. സ്വത്രം നടന്ന സംഭവം, ചിരിക്കാനല്ല. കന്യാസ്ത്രീ ഞെട്ടിപ്പോയി, AEO ഞെട്ടിപ്പോയി. KR നാരായണൻ റൂമിൽ കൊണ്ടുപോയി. അവൻ കരഞ്ഞു. KR നാരായണൻ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ്. അപ്പം എന്താ നാരായണൻ അത് പറഞ്ഞ്? സാറേ 3 ദിവസമായി ഞാൻ നല്ല ആഹാരം കഴിച്ചിട്ട് ആ ബാബുവിൻ്റെ വീട്ടിലെ കൂട്ടിലെ പട്ടിയുടെ മുമ്പിൽ ഇരുന്ന ഇറച്ചിയെങ്കിലും കഴിച്ച് മരിച്ചാൽ മതിയായിരുന്നു. ഇതെല്ലാം കേൾക്കണം, കോസുകാരെല്ലാം കേട്ടാട്ടെ. അപ്പോഴും കന്യാസ്ത്രീമാർ പുള്ളിയെ പഠിപ്പിച്ചതാ KR നാരായണൻ. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് ചിക്കൻ വേറെ, ഫ്രൈഡ് റൈസ് വേറെ, അൽബകാം വേറെ, കുഴിമന്തി വേറെ. ക്രിസ്ത്യാനിയുടെ കല്യാണത്തിന് എല്ലാം കൂടെ കൊണ്ടുപോയി തട്ടിയും കളയുക. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. കണ്ടോ, ഇതെല്ലാം അന്ത്യകാലം, ഇതെല്ലാം അവസാനം നടക്കും. അങ്ങനെയെങ്കിൽ അവൻ ദരിദ്രൻ. താഴ്ന്നവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. അതുകൊണ്ടാ പറയുന്നത് ഈ ഭരണങ്ങളെല്ലാം തകരുന്നൊരു കാലം. ഇതിൻ്റെ നടുവിൽ ഒരു ലോക മഹായുദ്ധം വരുന്നു.
അതിന് മുമ്പ് ഒരു സംഭവം നടക്കും, അതിനായി കൺവെൻഷൻ. വായിക്കാം, അടുത്ത വാക്കുകൂടെ പറയാം. ഉന്മൂലനാശം. അവിടെ നിൽക്കട്ടെ. ഒന്നാം ലോകമഹായുദ്ധം 1914 മുതൽ 19 വരെ. രണ്ടാമത്തെ ലോകമഹായുദ്ധം, ഇത് രണ്ടെണ്ണം. ഉന്മൂലനാശം 39 മുതൽ 45 വരെ. ഇതിന്റെ പിൻപിൽ വരാൻ പോകുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധം. അടുത്തവിടെ വായിച്ചേട്ടൻ മാമേ. ഉന്മൂലനാശം. ഞാൻ അതിന് ഉന്മൂലനാശം. ഒന്ന്. ഉന്മൂലനാശം. രണ്ട്. ഉന്മൂലനാശം വരുന്ന മൂന്നാം ലോകമഹായുദ്ധം. അതിന് മുമ്പ് ഒരു സംഭവം നടക്കും, അതിനായി കൺവെൻഷൻ. അടുത്ത വാക്കുകൂടെ വായിച്ചു. അതിന് അവകാശമുള്ളവൻ വരുവോളം. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ കരമുയർത്തുന്നവർക്കായി മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ശങ്കുലി ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇനി ഭരണകൂടം, ഗൾഫിലെ ഭരണകൂടം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗൾഫ് രാജ്യത്തുണ്ട്, അവരോട് ഇന്നേ പറഞ്ഞേര്. സജു ചാത്തന്നൂർ പറഞ്ഞെന്ന് പറ, ഈ ഭരണകൂടമെല്ലാം തകരാറായി. അതിന്റെ അർത്ഥമാ ബൈബിൾ, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്. നീ കാണാൻ പോകുന്ന ഗൾഫ് രാജ്യത്തെ ഷേഖുമാർക്കെതിരെ റാലി വരാൻ പോവുക, അമേരിക്കക്കെതിരെ ഇറങ്ങാം. ഇന്ന് രാത്രി സകല ജാതികളെയും ഞാൻ ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ആരാ സകല ജാതികളുടെയും മനോഹര വസ്തു? ഇന്ന് രാത്രി യേശുക്രിസ്തു പെന്തക്കോസുകാരന്റെ ദൈവമല്ല, CSIയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, ഹൈന്ദവന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുക അവൻ അധികാരം കൊടുത്തെങ്കിൽ, Lord Jesus, the precious moment, the mighty presence of Holy Spirit. പുണ്യ സ്ഥലങ്ങൾ ഓടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കളക്കളത്തിൽ കുഞ്ഞാടാകുന്ന ക്രിസ്തു പരമയാഗമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ ഇന്ന് രാത്രി താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. നിന്റെ പണം നിന്നെ അക്കരെ നാട്ടിലെത്തിക്കത്തില്ല, നിന്റെ സമ്പത്ത് നിന്നെ അക്കരെ നാട്ടിലെത്തിക്കത്തില്ല. കപ്പൽ ജോയ് നിർത്താൻ പോവുക മക്കളെ. ബാക്കി നാളെ കപ്പൽ ജോയ് കോടിക്കണക്കിന് 8ാമത്തെ നിലയിൽ ചാടി. മുത്തൂറ്റ് അച്ചായൻ പള്ളിക്ക് വേണ്ടി കള്ളക്കേസ് വക്കീലന്മാർക്ക് നാരം എടുത്ത് താഴെ ഇട്ടു. നമ്മുടെ പണ്ടില്ല നമ്മുടെ മുന്തിരിത്തോട്ടം അടിച്ച പെങ്കൊച്ചിനെ പിടിച്ച് താഴെ ഇട്ടതുപോലെ അച്ചായനെ താഴെ ഇട്ടു. അടുത്ത ഒരു തന്നെ ബിഗ് ബോസ് കോൺഫിഡന്റ് റോയി, സന്തോഷം ഇല്ലല്ലോ, സ്വോത്രം. 16 റോൾസ് റോയ്സ്, ഒരു വിമാനം, 36ാമത്തെ വയസ്സിൽ കയറിയാണ്. ഒരു കത്തോലിക്കാൽ അച്ഛൻ, പെന്തിക്കോസുകാരൻ കേട്ടോ, ഒരു കത്തോലിക്കാൽ അച്ഛൻ ബിഗ് ബോസ് നടത്തിയപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ചീട്ട് ദൈവം കീറുമെന്ന്. സന്തോഷമില്ലല്ലോ. സാത്താൻ്റെ കളിയാ. അതിനകത്തുള്ള ഏറ്റവും വലിയ പരിപാടി മനുഷ്യൻ കല്യാണം കഴിക്കേണ്ടെന്ന്. പാസ്റ്റർമാർ കേട്ടെ, ബൈബിളിനകത്ത് ദൈവം വെച്ചു മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, തക്ക തുണ. ബിഗ് ബോസിന്റെ തീം മനുഷ്യൻ കല്യാണം കഴിക്കണ്ടെന്ന്. കത്തോലിക്കയിൽ ഒരു അച്ഛൻ റോയിയോട് പറഞ്ഞ് നിന്റെ ചീട്ട് കീറുന്നത്, അതാ കയ്യിലിരിക്കുന്ന പിസ്റ്റൾ എടുത്ത് തീർത്ത്. മാമേ, ഇപ്പോഴാ ഞങ്ങളുടെ ബൈബിൾ. ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല. എന്നാൽ ഞങ്ങളുടെ അകത്തൊന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ശക്തി പ്രാപിച്ചവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. അവസാനിപ്പിക്കുന്നു. 4 ധനവാന്മാരെ ടൈറ്റാനിക്കിനെ തേടിപ്പോയി. ആരൊക്കെയാ? ഒരു അമേരിക്ക, കാനഡ, ദുബായ്ക്കാരൻ, അത് കഴിഞ്ഞിട്ട് വേറൊരുത്തനും ഉണ്ടായിരുന്നു, പാകിസ്ഥാൻകാരൻ. ധനവാന്മാർ ഓഷ്യൻ ടൈറ്റാനിക് മനോരമയെ കണ്ടില്ലേ? അവർ ഒരു പേടകമായിട്ട് സമുദ്രത്തിൻ്റെ അടി ഇരുമ്പിൻ്റെ അടുത്ത് എല്ലാം ചെന്ന് അവിടെ വെച്ച് പേടകം അങ്ങ് പൊട്ടിപ്പോയി, 4 തീർന്ന്. നിന്റെ ധനം ഒന്നും എത്തിക്കത്തില്ല. ടൈറ്റാനിക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ബാക്കി നാളെ പറയാം. അങ്ങനെയെങ്കിൽ ഒരമ്മ, എല്ലാവരും കേട്ടാട്ടെ, 4 കുഞ്ഞുങ്ങൾ, 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ്. അപ്പനെ തേടി രാത്രി പോവുക. അമേരിക്കയിൽ നിന്ന് കൊളംബിയൻ കാട, ആമസോൺ പറന്ന് പോയി. സെസ്ന വിമാനം കാറ്റ് പോയി, താഴെ കിടക്കുന്നു. വിമാനം തകർന്നു, അമ്മ തെറിച്ചു വീണ് മരിച്ചു, പൈലറ്റും മരിച്ചു. ഒരു മൂപ്പനെങ്ങാണ്ട് വന്ന് പുള്ളിക്കും തീ പിടിച്ചു. കുഞ്ഞുങ്ങൾ ഒത്തിരി ദൂരെ തെറിച്ചു വീണു. നോക്കിയപ്പോൾ 3 ഡെഡ് ബോഡിയാ. കാട്ടിൽ നിന്ന് കടുവായും പുലിയും വരത്തില്ലയോ? 14 മോള്, ചേച്ചിമാരെല്ലാം കേട്ടാട്ടെ, 9 മോള്, 11 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള കുഞ്ഞ്, അവനെ കയ്യിലെടുത്തെല്ലാം കൂടെ ഇവർ യാത്രയായി. എത്ര ദിവസം? 40 ദിവസം ആമസോണിനകത്ത്. ഇതേ മനോരമ എഴുതിയുള്ളൂ, ബാക്കിയൊന്നും അമരൊന്നും എഴുതത്തില്ല. 40 ദിവസം കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരിങ്ങനെ വനാന്തരത്തിൽ റോന്തി വെച്ചുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാലടിയുടെ ശബ്ദം. ആ കുഞ്ഞുങ്ങളെ പോയി പടപടാ പിടിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചു. ബാക്കി കേട്ടാട്ട് മിലിറ്ററി ആശുപത്രി പോയി. 4 എണ്ണത്തിന് IV ട്രിപ്പ് കൊടുക്കുക. 14,
11:09 BBC ലേഖയെ ചെന്നിട്ട് ഒരു കാര്യം ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളോട് ഒരു വാക്ക് സംസാരിക്കണം. പട്ടാളക്കാർ ഒരു മിണ്ടരുത്, 40 ദിവസമായിട്ട് അവർ ബുദ്ധിമുട്ടി കിടക്കുന്നതാ. അപ്പോൾ പറയും 1 മിനിറ്റ് മതി സാറേ. അവസാനം ഒരു കാര്യം ചെയ്തു, 14 വയസ്സുള്ള മോളിനടുത്ത് ചെന്ന് ഈ BBC ലേഖ ചോദിച്ചു, വൈകിട്ട് പെരുമഴ, കൊത്തിവലിക്കുന്ന പാമ്പ്, വന്യമൃഗം, 40 ദിവസം നിങ്ങളെ ആരാ കാത്തത്? ആ പെങ്കൊച്ച് കരമുയർത്തിയിട്ട് പറഞ്ഞു, മാം ഐ ഡോണ്ട് നോ, ആൻ അൺസീൻ പവർ, ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം പിടിച്ചെങ്കിൽ ഇന്ന് രാത്രി ഗലീല പ്രയർ ടബർനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കാൻ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവശക്തി. നിർത്തുന്നു പാട്ടിലേക്ക്. 4 കണ്ടന്റ്: 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം, 3 ഭാരമുള്ള കല്ല്. 7 രാജ്യങ്ങൾ ഇന്ന് അവരുമായിട്ട് യുദ്ധത്തിൽ. ഗാസയുണ്ട്, ലബനോനുണ്ട്, സിറിയ ഉണ്ട്, ഇറാനുണ്ട്. ഇതെല്ലാം യുദ്ധത്തിൽ വരുന്നു. ഇനി ഇതെല്ലാം വരുന്നത് യഹോശാഫാത്ത് താഴ്വര. നാളെ അത് ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് പുണ്യസ്നാനമേറ്റ് പരിശുദ്ധ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ എൻ്റെ പ്രിയൻ വരാറായി.